ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്യൂയിങ് മെഷീനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സിംഗറിൻ്റെ സിമ്പിൾ സ്യൂയിങ് മെഷീനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് 3229 ആണ്. ഇതിൽ ടോട്ടലായിട്ട് 32 മോഡൽ സ്റ്റിച്ചസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 8 kgക്ക് താഴെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് മൂവ് ചെയ്യാനും അതുപോലെ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ഈസിയാണ്. ഇനി മെഷീനിലെ ഫങ്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബട്ടണിലാണ്. അപ്പോൾ 0 മുതൽ 4 വരെയാണ് മാക്സിമം വരുന്നത്. ഇതിൻ്റെ നേരെ താഴെയായിട്ട് കുറച്ച് വലിയ റൗണ്ട് ഷേപ്പിൽ കുറേ പാറ്റേണുകൾ അടയാളപ്പെടുത്തിയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ബട്ടണാണ് നമ്മുടെ മോഡൽ സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ബട്ടൺ ഹോൾ ചെയ്യാം, സിഗ്സാഗ് പാറ്റേൺ ഉണ്ട്, നമ്മൾ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്യില്ലേ, അതൊക്കെ സിഗ്സാഗ് പാറ്റേണിലാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചസ്, പല ടൈപ്പ് സ്റ്റിച്ചസ് നമുക്ക് മോഡൽ ചെയ്തെടുക്കാവുന്നത് ഈ ഒരു ബട്ടണിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. ഈ ഒരു മെഷീനിൽ ടോട്ടൽ 32 സ്റ്റിച്ചസ് നമുക്ക് മോഡൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് തിരിച്ചെടുത്തിട്ട് ആ ഒരു പാറ്റേണിൽ കൊണ്ടിട്ടാൽ നമുക്ക് വേണ്ട സ്റ്റിച്ചസ് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ബ്ലാക്ക്, റെഡ്, ബ്ലൂ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് അത്രയും സ്റ്റിച്ചസ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ നോർമൽ സ്റ്റിച്ചസ് തന്നെ 2 വേല് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് മിഡിലായിട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു എഡ്ജിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്റ്റിച്ചസ് ഈ ഒരു മെഷീനിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് സ്റ്റിച്ച് വരുന്നത്, റിവേഴ്സ് സ്റ്റിച്ച് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചക്രം പോലെ കാണാം. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ ത്രെഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നൂലിനെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഒരു 4ലൊക്കെയാണ് ഇടൽ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ മെൻഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നൂലിനെ ഇതിലൂടെ കൊണ്ടുവന്നിട്ടാണ് ബോബിനിലേക്ക് നൂലിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലേക്ക് ബോബിനെ ഫിക്സ് ചെയ്തിട്ട് നൂല് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ത്രെഡ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് കടത്തി വെക്കുന്ന ടൈപ്പിലാണ്. അപ്പം അത് വെച്ചിട്ട് ത്രെഡിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കും. ത്രെഡ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്യൂയിങ് മെഷീൻ വാങ്ങിച്ചിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു കേട്ടോ. 10 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ള സമയത്തുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഒരു 15,000ൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മോഡൽ സ്റ്റിച്ചസ് കൂടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റും കൂടുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 32 സ്റ്റിച്ചസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമൽ ഒരു മെഷീനിൽ ഉണ്ടാവുക 8 സ്റ്റിച്ചസ്, 14 സ്റ്റിച്ചസ്, 21, അതുപോലെ ഇത് കൂടിയതുണ്ട് 66 വരെയൊക്കെ വരുന്ന സ്റ്റിച്ചസുകൾ മോഡൽ ചെയ്യാൻ പറ്റുന്ന മെഷീനുകളുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ സ്റ്റിച്ചസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുകയും ചെയ്യും, കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറച്ച് കുറയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ത്രെഡ് കട്ടറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ത്രെഡ് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചെടുത്താൽ ഈ ബോക്സ് അഴിഞ്ഞു പോരും കേട്ടോ. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബൾബൊക്കെ മാറ്റിയിടാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുത്ത് മാറ്റി തന്നെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ബൾബ് പീസായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം അഴിച്ചെടുത്ത് ബൾബ് മാറ്റുന്ന വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പ്ലഗും സ്വിച്ചും ഒക്കെ വരുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.